ഞാനിവിടെ ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ. ഈ രണ്ട് ബ്ലാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഏത് ഞാൻ എടുക്കണമെന്നോ അല്ലെങ്കിൽ ആദ്യം ഇടണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് കോട്ടന്റെ രണ്ട് ബ്ലാക്ക് ടോപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. നേടെ നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോർ സ്റ്റൈലേക്ക് വന്നിരിക്കുന്ന കേട്ടോ. സെയിം പാറ്റേണിലേക്ക് നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാം തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ പ്ലെയിൻ എയർലൈൻ കട്ടിംഗിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു ടോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? എയർലൈൻ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. 2 സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ സമ്മർ കളക്ഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രിന്റഡ് കോട്ടന്റെ ടോപ്പ് ആട്ടോ. വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. നേരെ അടിക്കത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് യോക്കിലേക്കായിട്ട് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിലേക്കായിട്ട് 3 പാനൽ വരുന്നുണ്ട്. ആ പാനലിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡിഷ് മെറൂൺ കളറിലെ പൈപ്പിംഗ് കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വന്നിരിക്കുന്ന ടോപ്പാണ്. സ്ലീവിലേക്ക് ഇതിന്റെ 2 സൈഡിലേക്കായിട്ട്, അതായത് ഇവിടേക്കായിട്ടും കൂടെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് വന്നിരിക്കുന്നതായത് തന്നെ ഫിറ്റിംഗിന്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആ കണ്ടതുകൊണ്ട് മറ്റേതും കൂടെ ഇട്ട് നോക്കിയാൽ നെക്സ്റ്റ് വൺ പറയാനില്ല. ഇതിന്റെയും ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്ന ബ്ലാക്ക് തന്നെയാണ്. വന്നിരിക്കുന്ന പ്രിന്റിനകത്ത് മാത്രം ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഇതിന്റെയും യോക്ക് പോർഷനിലേക്കായിട്ട് പിൻഡെക്സ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. കാഷ്വൽ വെയർ ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എയർലൈൻ ടോപ്പുകളുടെ സ്പെഷ്യാലിറ്റി ആണ്. നമ്മൾ ഈ ഒരു ഹിപ്പ് സൈസിന്റെ ഇവിടേക്കൊക്കെ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് നല്ല ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫ്രീ സൈസിലേക്ക് നമുക്ക് ഇവിടെ എവിടെ ഒരു പിടുത്തം വരത്തില്ല. നമ്മുടെ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാം, മീൻസ് കിട്ടിയ കസ്റ്റമേഴ്സിന് അറിയാം. ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടല്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു 30+ അല്ലെങ്കിൽ ഒരു 2-3 ഡെലിവറി ഒക്കെ കഴിഞ്ഞവരുടെ എല്ലാവരുടെയും പ്രശ്നമായിരിക്കും ഒരു ഹിപ്പ് ഏരിയ കൊണ്ട് കുറച്ച് പ്രശ്നം, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ലോവർ ടമ്മിയെ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഞാനും ആദ്യമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടൊരു പിടുത്തമായിരിക്കും. ഒന്ന് വാഷ് ചെയ്ത് കൂടെ കഴിപ്പിച്ചാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടേക്കായിട്ട് അത്യാവശ്യം നല്ല ഫ്രീ സൈസിലേക്കാണ് ഇടുന്നത്. അതേപോലെ തന്നെ അതിനിപ്പോൾ കുറച്ച് ചുരുങ്ങിയാൽ പോലും ഫാബ്രിക് അല്ലേ, കുറച്ച് ചുരുങ്ങുമൊക്കെ ചെയ്യുമല്ലോ, എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉള്ളിലേക്കായിട്ടും മാർജിൻ വിട്ടിട്ടുണ്ടാവും. അപ്പം വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.